നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും പ്രാദേശികമായിട്ടുള്ള ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടും ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിക്കൊണ്ട് വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കുവാനും ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം, മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനിട വരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിച്ചതുവഴി ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാനിടവരും. നീതിയുക്തമായിട്ടുള്ള സമീപനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നു. മാതാപിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടും സഹപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനിടവരും. 1-2 ദിവസം വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ഓണാഘോഷത്തിനോട് അനുബന്ധമായിട്ട് ദാനധർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനും, മറ്റു ചിലർക്ക് മത്സരരംഗങ്ങൾ, അതായത് ചിത്രം വര, ശില്പവിദ്യ, കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ട് നേതൃത്വം നൽകുവാനും വിധി നിർണയത്തിനുമുള്ള സാഹചര്യങ്ങൾക്കും സാധ്യത കാണുന്നു. മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല കാര്യങ്ങളും, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വച്ചതായിട്ടുള്ള പല കാര്യങ്ങളും ഉദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ രൂപരേഖ തയ്യാറാക്കുവാനും ദീർഘകാലമായിട്ടുള്ള പ്രവർത്തിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളായതുകൊണ്ട് അതിന് തക്കവണ്ണമുള്ളൊരു ദീർഘകാല പദ്ധതികൾ സമർപ്പിക്കുവാനിട വരും. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ തക്കവണ്ണമുള്ള അവസരമുണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പൗരാണിക സമ്പ്രദായവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. സഹവർത്തിത്വ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കാനിടവരും. പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സൽകീർത്തിയും സജ്ജനപ്രീതിയും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടവരും. അബദ്ധങ്ങൾ പലതും ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ പുതിയ പ്രവർത്തന ശൈലിക്ക് തുടക്കം കുറിക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഒരു വരുംവരായികളെ പറ്റി ചിന്തിച്ചും കൊണ്ടും ദീർഘവീക്ഷണത്തോടുകൂടിയും ആയതുകൊണ്ടും മറ്റൊരാൾ പണം മുതൽ മുടക്കിയും കൊണ്ട് ഉദ്ധരിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രവർത്തന ശൈലിയാണെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമല്ലാത്തതിനാൽ ദൂരയാത്രകളെല്ലാം ഒഴിവാക്കുവാൻ തീരുമാനിക്കും. എന്നാൽ മറ്റു ചിലർക്ക് സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ടതാണ്. അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പലർക്കും നിലവിലുള്ള രാജ്യത്തിൽ ചെലവിനങ്ങൾ അനുദിനം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. വേറെ ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ച് ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ, അതായത് ചെലവിനങ്ങൾ ചുരുക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം തയ്യാറാകുവാൻ ഇടയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകളും മനസ്സിലാക്കി പ്രതികരിക്കേണ്ടതുമാണ്. നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യനാണെന്ന് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കാനിടവരുമെങ്കിൽ പോലും അത്യാവശ്യത്തിന് ഒരുപക്ഷെ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾക്ക് പോലും സാധ്യത കാണുന്നു. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് സൽക്കർമ്മങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും പ്രയത്നിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും.
നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനിടവരും. പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ട ജോലി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്നവർക്കും അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കുവാനുള്ള നിർദ്ദേശം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാനിടവരും. തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിഗമനങ്ങൾ പലതും ശരിയായതിനാൽ ഇനിയും തൊഴിൽ മേഖലയിൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. ബന്ധുമിത്രാദികൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും സാധ്യത കാണുന്നു. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. നിലവിലുള്ള ജോലിയോട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ മറ്റു ചിലർക്ക് ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാനോ സാധ്യതയുണ്ട്. പ്രായോഗിക വിജ്ഞാനവും പ്രവൃത്തി പരിചയവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ സാധ്യത കാണുന്നു. പൊതുവെ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം, തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ചതിലുപരി നേട്ടം, വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ, പൊതുവെ എല്ലാവർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ അനിഴ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് എന്ന് മാത്രമല്ല, ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും പോലും ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നത് വഴി ഒരു പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് ആലോചിക്കുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു പരിണത ഫലം എന്നുള്ള നിലയിൽ ഈ ഒരു മാസം മുതൽ അതിൻ്റെ ഒരു നേട്ടം കണ്ടു തുടങ്ങുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുക. മറ്റു ചിലർക്ക് പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിൽ പ്രവേശനം ലഭിക്കുക എന്നിവയ്ക്ക് യോഗമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഓണാഘോഷത്തിന് ജന്മനാട്ടിലേക്ക് തയ്യാറാവുമെങ്കിൽ പോലും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കും. വേറെ ചിലർക്ക് മുൻപ് തന്നെ തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിൽ വന്ന് അച്ഛനമ്മമാരോടൊപ്പം മുത്തശ്ശന്മാരോടൊക്കെ ഒപ്പം ഓണാഘോഷം ആചാരപ്രകാരം മംഗളകരമാക്കി തീർക്കുവാനും ഇടവരും. എന്നാൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും കലാകായിക മത്സരങ്ങൾ ഓട് ബന്ധപ്പെട്ട മത്സരങ്ങളെല്ലാം വിപുലമാക്കി അനുവർത്തിക്കുവാനും ഓണാഘോഷത്തിനോടനുബന്ധമായിട്ട് ദാനധർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരും. വളരെ ആഹ്ലാദകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടമുണ്ടാകും. പല പ്രകാരത്തിലും വിദഗ്ധമായുള്ള ചികിത്സ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ യാത്രകളെല്ലാം പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. സമൂഹത്തിനും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകും വിധത്തിൽ ചില കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഇതിനോട് സമാന ചിന്താഗതിയിലുള്ളവരുടെ
സംസർഗം, അവരുടെ സാമ്പത്തികമായുള്ള സഹായം, ഒരു കർഷകൻ്റെ കൃത്യമായിട്ടുള്ള പിന്തുണ, ഇവയെല്ലാം തന്നെ ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയും ഇതിന് നിർണായകമായുള്ള വഴിത്തിരിവുകൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തീരുമാനിക്കും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. സന്തുഷ്ടിയും സമാധാനവും കുടുംബജീവിതത്തിലും ജോലിപരമായിട്ടും വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഒരുവിധം നല്ല വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് ഉണ്ടാകും. ഒരുപക്ഷെ വിൽപ്പന ചെയ്തും കൊണ്ട് പിന്നീട് ഭാവിയിലേക്ക് 2-3 വർഷത്തിന് ശേഷം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കാൻ ഇടവരുന്നതുമാണ്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടയുണ്ട്. വ്യാകുലതയുള്ളവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. നിഷേധാത്മകമായുള്ള നിലപാട് പല ജോലിക്കാരിൽ നിന്നും വന്നു ചേരുവാനിടയുള്ളതിനാൽ ചിലരെ പിരിച്ചുവിടുവാനും മറ്റു ചിലർക്ക് കൃത്യമായുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാനും ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാൻ ഇടവരും. പ്രവർത്തന മണ്ഡലങ്ങളിൽ അവിചാരിതമായിട്ടുള്ള ചെലവുകളെ കൊണ്ട് നീക്കിയിരിപ്പ് കുറയാനിടവരും. സ്വകാര്യ ജീവിതത്തിൽ വേണ്ടപ്പെട്ടവരുടെ ഇടപെടലുകൾ കാരണത്താൽ മാറി താമസിക്കാൻ മറ്റൊരു പട്ടണത്തിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കും. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങാനിടവരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ബന്ധുമിത്രാദികളോടൊപ്പം അവിചാരിതമായിട്ട് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നിബന്ധനകൾ പാലിച്ചും കൊണ്ട് പുതിയ ഉദ്യോഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സ്വയം നിശ്ചയിച്ച സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റിവെച്ച പണം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കും യാത്രകൾ വേണ്ടിവരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. സുരക്ഷാ നടപടികൾ സുശക്തമാക്കിയതിനാൽ അതിന് സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഇങ്ങനെ വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല സാഹചര്യങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ സമാധാനപരമായിട്ടും ആശ്വാസത്തോടുകൂടിയും മംഗളപരമായിട്ടും വന്നു ചേരുവാനിടയുള്ളതിനാൽ എല്ലാ പ്രകാരത്തിലും സ്വസ്ഥതയും സമാധാനവും തൃക്കേട്ട നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.